എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. LP UP ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? LPയുടെ കുറച്ചധികം കഴിഞ്ഞു, ഇനി UPയുടെ ഇൻ്റർവ്യൂവും നിലവിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് മുൻപേ ആയിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്ന ഒരു ചെറിയ ഭാഗമാണ്. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഐച്ഛിക വിഷയമായിട്ട് അല്ലെങ്കിൽ ഡിഗ്രി സോഷ്യൽ സയൻസ്, അപ്പോൾ മെയിനായിട്ട് എടുത്ത ആളോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനാണ് ചാൻസ് ഉള്ളത് എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് സെക്ഷനിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ തന്നെ ഒരു ക്ലാസ്സിൽ ഭാഷാ പഠനവും ഗണിത പഠന അധ്യാപകനോടൊക്കെ ചോദിക്കാൻ കഴിയുന്ന ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സാമൂഹ്യ ശാസ്ത്ര അധ്യാപകനാകാൻ തയ്യാറെടുക്കുന്ന ആളോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ഐച്ഛികമായിട്ട് എടുത്തിട്ടുള്ള ഒരു അധ്യാപകനോട്, അങ്ങനെ ഒത്തിരി പേര് ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു, അവരോട് ഭൂപടം എങ്ങനെ ക്ലാസ്സിൽ ഭൂപടത്തെക്കുറിച്ച് കുട്ടികളോട് എങ്ങനെ നമുക്ക് ആശയം വിനിമയം നടത്താം അല്ലേ? ഭൂപടത്തെക്കുറിച്ച് ഇപ്പോൾ പ്രൈമറി തലത്തിലുള്ള ക്ലാസ്സിൽ പോകുമ്പോൾ ഭൂപടത്തിനെക്കുറിച്ച് ഏത് രീതിയിൽ നമുക്ക് ക്ലാസ്സിൽ അവതരിപ്പിക്കാം അല്ലേ? ഒരു ഭൂപടത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഭൂപടത്തിൻ്റെ ആവശ്യകത, എന്തിനാണ് ഭൂപടം ഉപയോഗിക്കുന്നത് അല്ലേ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഭൂപടത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്ലോബ് ഉപയോഗിച്ചുള്ള പഠനം എങ്ങനെയാക്കാം അല്ലേ, ബോധനം എങ്ങനെയാക്കാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദിശ പഠിപ്പിക്കുന്ന കാര്യം അല്ലേ, ദിശകൾ എങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് എന്നുള്ള ആ ഒരു വിഷയം കുട്ടികൾക്ക് എങ്ങനെ, സാമൂഹ്യ ശാസ്ത്ര അധ്യാപകനായ നിങ്ങൾക്ക് എങ്ങനെ അതിനെക്കുറിച്ചുള്ള ധാരണ കുട്ടികൾക്ക് നൽകാം എന്നുള്ളൊരു ചോദ്യവും ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെ ഫീൽഡ് ട്രിപ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ എന്തൊക്കെ, നമ്മൾ ഇപ്പോൾ സാധാരണ പരിസര പഠനവുമായിട്ട് ബന്ധപ്പെടുത്തിയാണല്ലോ നമ്മൾ ഫീൽഡ് ട്രിപ്പുകൾ സംഘടിപ്പിക്കുന്നത്. ആ ഫീൽഡ് ട്രിപ്പുകളൊക്കെ എങ്ങനെയായിരിക്കണം, ഒരു അധ്യാപകൻ എന്ന നിലയിൽ എങ്ങനെയായിരിക്കണം ഫീൽഡ് ട്രിപ്പുകൾ സംവിധാനം ചെയ്യേണ്ടത്, അതിനുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായിരിക്കണം, പ്രൈമറി തലത്തിലുള്ള കുട്ടികളെ ഏതൊക്കെ രീതിയിലുള്ള ഫീൽഡ് ട്രിപ്പുകളിൽ പങ്കെടുപ്പിക്കാം എന്നുള്ള ചോദ്യവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്ര പഠന സമീപനം എന്താണ്, അതിൻ്റെ ബോധന ഉദ്ദേശ്യം എന്തായിരിക്കണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ സോഷ്യൽ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. സെക്ഷനിലോട്ട് പോകാം. എന്താണ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഡിജിറ്റൽ പോർട്ട്ഫോളിയോ എന്താണ്? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. പോർട്ട്ഫോളിയോ എന്താണെന്ന് അറിയാം അല്ലേ? പഠന പ്രവർത്തനങ്ങളും വ്യത്യസ്തമായ പഠന പ്രവർത്തനങ്ങളിലൂടെയാണല്ലോ കുട്ടികൾ കടന്നു പോകുന്നത് ക്ലാസ് റൂമിനകത്ത്. അപ്പോൾ അത്തരത്തിൽ കടന്നു പോകുന്ന കുട്ടികളുടെ ആകെ ഉൽപ്പന്നങ്ങളെ ഉൾപ്പെടുത്തി നമ്മൾ വിലയിരുത്തുന്നതാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അല്ലേ? പഠന പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളെയും നമുക്ക് ഉൾപ്പെടുത്തി എന്തെന്ന് പറയാം, പോർട്ട്ഫോളിയോ എന്ന് പറയാം. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന പ്രധാനപ്പെട്ട രേഖകളുണ്ട്. എന്തൊക്കെ? കുട്ടികളുടെ നോട്ട് ബുക്കുകൾ, അവരുടെ രചനകൾ അല്ലേ, സർഗാത്മകമായിട്ട് അവർ തയ്യാറാക്കിയ അവരുടെ രചനകൾ, അതുപോലെ തന്നെ പഠനത്തിൻ്റെ തെളിവുകൾ, ഫീൽഡ് ട്രിപ്പുകളിലൂടെ ലഭിക്കുന്ന ഫീഡ്ബാക്കുകൾ, പഠന പ്രവർത്തനങ്ങളുടെ ഫലമായി കുട്ടികളിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് പോർട്ട്ഫോളിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റും അല്ലേ? പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുന്ന പ്രധാന രേഖകൾ ഇവയൊക്കെയാണ്. ഇനി പോർട്ട്ഫോളിയോയുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാലോ, എന്താണ് പോർട്ട്ഫോളിയോയുടെ ധർമ്മം എന്ന് പറയുന്നത്? പഠനത്തെ സംബന്ധിച്ച് കുട്ടിക്കും രക്ഷിതാവിനും അധ്യാപകനും ഫീഡ്ബാക്ക് നൽകുക എന്നതാണ് പോർട്ട്ഫോളിയോയുടെ ധർമ്മം. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. പോർട്ട്ഫോളിയോയുടെ ധർമ്മം എന്താണ്? പഠനത്തെ സംബന്ധിച്ച് കുട്ടിക്കും രക്ഷിതാവിനും കുട്ടിയുടെ രക്ഷിതാവിനും അധ്യാപകനും ഫീഡ്ബാക്ക് നൽകുക എന്നതാണ് എന്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്? പോർട്ട്ഫോളിയോയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പോർട്ട്ഫോളിയോ എന്താണെന്ന് പഠിച്ചു, പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താവുന്ന പ്രധാന രേഖകൾ എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോയുടെ ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മം എന്താണെന്നുള്ളതും മനസ്സിലായെന്ന് കരുതുന്നു. ഡിജിറ്റൽ പോർട്ട്ഫോളിയോ എന്നറിയപ്പെടുന്നത് പോർട്ട്ഫോളിയോ എന്താണെന്ന് നോക്കിയല്ലേ. ഇനി ഡിജിറ്റൽ
പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ അപ്പോൾ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. എന്താണ്? വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ വീഡിയോ ക്ലിപ്പുകൾ, ചിത്രങ്ങൾ, അവരുടെ ചില രേഖകളൊക്കെ ഉണ്ടല്ലോ, ഇവയൊക്കെ എന്താ ചെയ്യുന്നത്? കമ്പ്യൂട്ടറിൻ്റെ ഒരു ഫോൾഡറിലോ സ്കൂളുമായി ബന്ധപ്പെട്ട സ്കൂൾ അല്ലെങ്കിൽ അവർ പഠിക്കുന്ന സ്ഥാപനം അല്ലേ, അതിൻ്റെ ഒരു ബ്ലോഗിലോ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഫോൾഡറിലോ ഒക്കെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. കുട്ടിയുടെ പഠന പ്രവർത്തനവുമായി ലഭിക്കുന്ന എന്തൊക്കെയാണ് വീഡിയോ ക്ലിപ്പുകൾ, ചിത്രങ്ങൾ, റിപ്പോർട്ടുകൾ, ഇതിനെല്ലാം സൂക്ഷിക്കുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിജിറ്റൽ പോർട്ട്ഫോളിയോ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ കുട്ടിയുടെ പഠന പ്രവർത്തനങ്ങൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ, അവയുടെ വീഡിയോ ക്ലിപ്പുകൾ, ഇവയെല്ലാം തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഫോൾഡറിനകത്തോ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ കുട്ടി പഠിക്കുന്ന വിദ്യാലയത്തിൻ്റെ ഒരു ബ്ലോഗിനകത്തോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഫയലിനകത്തോ സൂക്ഷിച്ചു വയ്ക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിജിറ്റൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ടോപ്പിക് എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ സോഷ്യൽ സയൻസ് ഒക്കെ മെയിനായിട്ട് എടുത്ത അധ്യാപകരെടുത്ത് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനകത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളുണ്ടല്ലോ, അതായത് ഭാഗം 4 വരുന്ന മൗലിക കർത്തവ്യങ്ങളിൽ വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തി എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നേ. അത് മാത്രമല്ല, ഈ മൗലിക കർത്തവ്യങ്ങൾ അതുപോലെ തന്നെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെടുത്തി പ്രൈമറി വിദ്യാഭ്യാസം നമുക്ക് എങ്ങനെ ഭരണഘടന റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് കൈകാര്യം ചെയ്യാം, പ്രൈമറി തലത്തിൽ എങ്ങനെ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ ഭാഗം 4 മൗലിക കർത്തവ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം, കേട്ടിട്ടുള്ള കാര്യമാണ് അല്ലേ. 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയുന്നത് എന്താണ്? 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള തൻ്റെ കുട്ടിക്കോ തൻ്റെ സംരക്ഷണത്തിനുള്ള കുട്ടികൾക്കോ അതത് സമയത്ത് വേണ്ട പോലെ മാതാപിതാക്കളോ രക്ഷകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഈ മൗലിക കർത്തവ്യം. അതായത് ഭാഗം 4 ഭരണഘടനയിലെ ആ ഭാഗം 4 മൗലിക കർത്തവ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സാധാരണ ഇത് നമുക്കറിയാമല്ലേ, ഇപ്പോഴത്തെ പുതിയ സിലബസിൻ്റെ പാഠഭാഗത്തിനകത്തൊക്കെ അത് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഒരു ചോദ്യവും എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ഭാഗം എന്ന് പറയുന്നത് കുട്ടികളുടെ അവകാശത്തെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ അവകാശവും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനുണ്ട്. നമ്മളതെല്ലാം കേട്ടിട്ടുള്ള കാര്യമാണ് അല്ലേ. ഏതാണത്? ബാലാവകാശ കമ്മീഷനാണ്. അപ്പോൾ അവരുടെ സംരക്ഷണം, സാമൂഹിക നീതി, സംരക്ഷണം, ഇതെല്ലാം ഉറപ്പുവരുത്തുക അല്ലെ, അവർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി രൂപം കൊണ്ടതാണ് ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ കുട്ടികൾക്ക് ചില അവകാശങ്ങളുണ്ട് അല്ലേ, കുട്ടികൾക്കത് തീർച്ചയായും ലഭിക്കേണ്ടതാണ്. അപ്പോൾ അത് ഏതൊക്കെ പോയിന്റ്, അപ്പോൾ അത് ചിലപ്പോൾ ചോദിക്കാം അല്ലെ, കുട്ടികളുടെ ബാലാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടുത്തി കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഒരു 3-4 പോയിന്റ് പറയാൻ പറഞ്ഞാൽ നമ്മളത് അറിഞ്ഞിരിക്കണം അല്ലേ. മാത്രമല്ല ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്ത് ചെയ്തിട്ടുള്ളതാണ്, രേഖപ്പെടുത്തിയിട്ടുള്ള പാഠപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും കൂടെയാണ്. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ അത് കുട്ടികൾ അറിഞ്ഞിരിക്കുന്നതിനൊപ്പം തന്നെ ആര് കൂടെ അറിഞ്ഞിരിക്കണം? പഠിപ്പിക്കുന്ന അധ്യാപകൻ കൂടെ അല്ലെങ്കിൽ അധ്യാപിക അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കതിലോട്ട് പോകാം അല്ലെ. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പോൾ കുട്ടിക്ക് ലഭിക്കേണ്ട അവകാശങ്ങളിൽ ഒന്നാമത്തതെന്ന് പറയുന്നത് സംസാരത്തിനും ആശയം പ്രകടിപ്പിക്കുന്നതിനുമുള്ള അവകാശം. അപ്പോൾ ആരുടെ മുന്നിലും സംസാരിക്കുവാനും അവർക്കുള്ള ആവശ്യം അല്ലെ, അത് ആശയവിനിമയം തൻ്റെ അധ്യാപകനായിരുന്നാലും രക്ഷകർത്താവിനോട് ആയിരുന്നാലും അത് ആശയം പ്രകടിപ്പിക്കുന്നതിനുള്ള അവകാശമാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ എന്താണെന്ന് നോക്കാം. ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം. അപ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക്, ഇപ്പോൾ അവിടെ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന കുട്ടികൾക്ക് നൽകുന്ന അവകാശത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണത്തിനും നേടിയെടുക്കുക എന്നുള്ളത് അത് കുട്ടിയുടെ ഒരു അവകാശമാണ് അല്ലേ. തൻ്റെ ജീവനുള്ള ഹാനികരമായിട്ടോ തനിക്ക് അപായപ്പെടുത്തുന്ന രീതിയിലോ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ അത് ചൂണ്ടിക്കാണിക്കുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്? കുട്ടിക്കുണ്ട്. അതുപോലെ തന്നെ അതിജീവനത്തിനും പൂർണ്ണ വികാസത്തിനുമുള്ള അവകാശം.
എന്തും അതിജീവിക്കാനുള്ള പ്രാപ്തി നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾക്ക് നേടിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിജീവനത്തിനും പൂർണ്ണ വികാസത്തിനുമുള്ള അവകാശം. നാലാമത്തത് ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്കതീതമായി ബഹുമാനിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനുമുള്ള അവകാശം. അപ്പോൾ ജാതിയും വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല? കുട്ടികളെ വിവേചനം നടത്താൻ പാടില്ല. എവിടെയും അംഗീകാരം നേടുക എന്നുള്ളതിനുള്ള അവകാശം കൂടെ കുട്ടികൾക്ക് ഉണ്ട്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കിയാലോ. മാനസികവും ശാരീരികവും ലൈംഗികവുമായ പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണത്തിനും പരിചരണത്തിനുമുള്ള അവകാശം. അപ്പോൾ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നേരിടാൻ പാടില്ല. കുട്ടികൾക്കത് ഉണ്ടാകാൻ പാടില്ല. അതിൽ നിന്നെല്ലാം മോചനം നേടുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്? കുട്ടികൾക്കുണ്ട്. അതുപോലെ തന്നെ പങ്കാളിത്തത്തിനുള്ള അവകാശം. എല്ലാവരുടെയും ഇപ്പോൾ ക്ലാസ്സിലായിരുന്നാലും കൂട്ടുകാരോടൊപ്പം സഹകരിക്കാനും തൻ്റെ ഒപ്പമുള്ളവരോടൊപ്പം പങ്കാളികളായിട്ടിരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? കുട്ടികൾക്കുണ്ട്. ഇനി അടുത്തത് ബാലവേലയിൽ നിന്നും ആപൽക്കരമായ ജോലികളിൽ നിന്നുള്ള മോചനം. അപ്പോൾ ബാലവേലയൊക്കെ നിരോധിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ആപൽക്കരമായ ജോലികളൊന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ല. ശൈശവ വിവാഹത്തിൽ നിന്നുള്ള സംരക്ഷണം അത് ഏറെക്കുറെയൊക്കെ നമ്മളെ നാട്ടിൽ നടപ്പിലായ കാര്യം തന്നെയാണ്, അല്ലേ? അത് നമ്മുടെ നാട്ടിൽ ഇല്ല, ശൈശവ വിവാഹം എന്ന് പറയുന്നത്. അപ്പം അതിനെതിരെ പ്രവർത്തിക്കുന്നതിനുള്ള അവകാശവും നമ്മുടെ കുട്ടികൾക്കുണ്ട്. സ്വന്തം സംസ്കാരം അറിയുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും ആർക്കുണ്ട്? കുട്ടികൾക്കുണ്ട്, അല്ലേ? അവൻ്റെ സംസ്കാരം, അവന് ഏത് സംസ്കാരമാണോ തിരഞ്ഞെടുക്കേണ്ടത് അത് തിരഞ്ഞെടുക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? കുട്ടികൾക്കുണ്ട്. ഇനി അവഗണനകളിൽ നിന്നുള്ള സംരക്ഷണം. ഇപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ അവഗണനകൾ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? നേരിടുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മളൊക്കെ അധ്യാപകരാണ്. ക്ലാസ്സിൽ ഉള്ള എല്ലാ കുട്ടികളെയും നമ്മൾ ഒരേ രീതിയിലാണ് കാണുന്നത്, അല്ലേ? ആരെയും അവഗണിക്കാനായിട്ട് പാടില്ല എന്നുള്ള നിയമം നമുക്കറിയാം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് അവഗണനകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നേരിടാറുണ്ട്. ആ അവഗണനകളിൽ നിന്നൊക്കെ കുട്ടിയെ സംരക്ഷിക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നേടിയെടുക്കേണ്ട സ്വാതന്ത്ര്യവും ആർക്കുണ്ട്? കുട്ടികൾക്കുണ്ട്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ അവകാശം. അപ്പോൾ സൗജന്യ വിദ്യാഭ്യാസം നേടുക, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും അത് നിർബന്ധിതവുമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി നമ്മുടെ അറിവിൽ ഇവിടെ സ്കൂളിൽ പഠനത്തിന് പോകുന്നില്ല, അല്ലേ, വിദ്യാഭ്യാസം ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ നമുക്കത് അറിയിക്കാനുള്ള അവകാശം ഓരോ മുതിർന്ന പൗരനുമുണ്ട്. അതനുസരിച്ചിട്ട് ആ വിദ്യാഭ്യാസം നേടിയെടുക്കാനുള്ള അവകാശവും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ട്, അല്ലേ? അതുപോലെ തന്നെ കളിക്കാനും പഠിക്കാനുമുള്ള അവകാശം. അപ്പോൾ കുട്ടിക്ക് കളിക്കാനുള്ള അവകാശമുണ്ട്, ഒപ്പം പഠനം നടത്തുന്നതിനുള്ള അവകാശവുമുണ്ട്. ഇനി അതുപോലെ തന്നെ സ്നേഹവും സുരക്ഷയും നൽകുന്ന കുടുംബവും സമൂഹവും ലഭ്യമാകുന്നതിനുള്ള അവകാശം. അപ്പോൾ കുട്ടികൾക്ക് കുടുംബങ്ങളിൽ നിന്നുള്ള സ്നേഹം അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുള്ള സ്നേഹം ഇതൊക്കെ നേടുന്നതിനുള്ള അവകാശം കുട്ടിക്ക് ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ബാലാവകാശ കമ്മീഷനകത്ത്, അല്ലെ, ആ കമ്മീഷൻ്റെ കുട്ടികളുടെ അവകാശങ്ങൾക്കകത്ത് നിലവിൽ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. അതുമാത്രമല്ല, കുട്ടികളുടേതായ ചില ഉത്തരവാദിത്വങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. അവരുടെ അവകാശങ്ങളാണിത്. അവരെന്ത് ചെയ്യുക? അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന അവകാശങ്ങളാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ഒപ്പം അവർക്ക് ചില ഉത്തരവാദിത്വങ്ങളും കൂടെ ഉണ്ട്. എന്തൊക്കെയാണത്? അതുകൂടെ ഒന്ന് നോക്കിയാലോ. സ്കൂൾ പൊതു സംവിധാനങ്ങൾ എന്നിവ നശിപ്പിക്കാതെ സംരക്ഷിക്കുക. നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? പൊതു സ്വത്താണ്, അല്ലെ, പൊതു മുതലാണ്. അവിടെയുള്ള ഒരു വസ്തുക്കളെ എന്ത് ചെയ്യാൻ പാടില്ല? കുട്ടികൾ നശിപ്പിക്കാനോ അവയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനോ പാടില്ല. ഇനി രണ്ടാമത്തെ ഉത്തരവാദിത്വം എന്താണ്? സ്കൂളിലും പഠന പ്രവർത്തനങ്ങളിലും കൃത്യനിഷ്ഠത പാലിക്കുക. അപ്പോൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടിക്ക് പഠന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും. സ്കൂളിലെ പല കാര്യങ്ങളിലും അവൻ എന്ത് ചെയ്യണം? പങ്കെടുക്കേണ്ടി വരും, അല്ലേ? അപ്പം അത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യുക? കൃത്യനിഷ്ഠത പാലിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്? സ്കൂൾ അധികാരികളെയും അധ്യാപകരെയും മാതാപിതാക്കളെയും സഹപാഠികളെയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. മുതിർന്ന വ്യക്തികളെയൊക്കെ എന്ത് ചെയ്യുക? അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ അവകാശം ആർക്കുണ്ട്? ഉത്തരവാദിത്തം ആർക്കുണ്ട്? കുട്ടികൾക്കുണ്ട്. ഇനി അവസാനത്തെ എന്താണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്? ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്ക് അതീതമായി മറ്റുള്ളവരെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും സന്നദ്ധരാകുക. ഇപ്പം ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒക്കെ പേരിൽ, വർഗത്തിൻ്റെയോ ഒക്കെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല? കുട്ടികളായിട്ടുള്ളവർ എന്ത് ചെയ്യാൻ പാടില്ല? വിവേചനം ആരോടും കാണിക്കരുത്. എല്ലാവരെയും ഒരുപോലെ കാണണം എന്നുള്ളതും ഈ ഉത്തരവാദിത്വം, കുട്ടികളുടെ ഉത്തരവാദിത്വത്തിനകത്ത് പെടുന്നതാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക.
ക്ലാസ്സിൽ ചെറിയ 3-4 ടോപ്പിക്കുകളാണ് പഠിച്ചത് അല്ലേ? ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് പഠിച്ച 3 ടോപ്പിക്കുകൾ എന്തൊക്കെയായിരുന്നു? ഡിജിറ്റൽ പോർട്ട്ഫോളിയോ എന്താണെന്ന് പഠിച്ചു, അതിന് മുന്നേ പോർട്ട്ഫോളിയോ പഠിച്ചു, അതുപോലെ തന്നെ മൗലിക കർത്തവ്യവും വിദ്യാഭ്യാസവും അത് എന്താണെന്നുള്ള ആ സെക്ഷൻ എന്താണെന്നുള്ളത് പഠിച്ചു, കുട്ടികളുടെ അവകാശവും ഉത്തരവാദിത്വവും പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്തു വയ്ക്കുക. ഇനി മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.